ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകാം കേട്ടോ. ഇന്ന് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് ഇല്ല, പ്രോഗ്രാമിൽ നിൽക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ബസ്സിൽ ഗോഡ്സ് എല്ലാം പോകുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ് എത്തി. ഇവിടെ എല്ലാവരും വന്നിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ദൈവക്ക് ഭയങ്കര ഇഷ്ടമാണ്, യൂട്യൂബിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതാണ് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്താണ്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നേരെ നമ്മുടെ മെയിൻ പരിപാടി എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി മീനിനെ കണ്ടിട്ടുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, ചെറിയ മീനൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതേ പരിപാടിന് എത്തുന്ന സ്ഥലത്ത്, പരിപാടി നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഹൈ ഒക്കെ പറഞ്ഞ് പിന്നെ അവള് ഹായ് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മുടെ ആമി എപ്പോഴും ചോക്കോസ് തിന്നുവാണ് ഗൈസ്. അങ്ങനെ പിന്നെ ആൾക്കാർക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ കുഞ്ഞുട്ടിനും ഫുഡ് അടിയൻ്റെ പരിപാടി നമ്മുടെ മിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത മെയിൻ പരിപാടിയാണ്. അത് പിന്നെ എല്ലാം നമ്മൾ പെൺപിള്ളേർ അങ്ങനെയാണല്ലോ, പിന്നെ ലിപ്സ്റ്റിക് ഇടലായി എല്ലാവരും. അത് കണ്ട് നിൽക്കണത് നേരം കൊണ്ടുവരും. നമ്മുടെ ആമിയോളം വന്ന് അവൾക്ക് വേണം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു. പിന്നെ ആമിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് ഇത് നമ്മളെ ലിപ്സ്റ്റിക് ഇട്ട് ആരെങ്കിലും കളിയുണ്ടോ അല്ലേ. അങ്ങനെ പിന്നെ ആമി ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ടേരിയായി. പിന്നെ ഒന്നും പറയാനില്ല, കണ്ടോ എന്താ ലുക്ക്. അയ്യോ മാഷാഅല്ലാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഒടുക്കത്തുമ്പോൾ എൻ്റെ പൊന്നു. പിന്നെന്ന് വെച്ചാൽ പ്രോഗ്രാം എല്ലാം സംഭവം പറഞ്ഞിട്ടോ, അടിപൊളി വി ഗാർഡിൻ്റെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ ചിത്തിരിപ്പള്ളി സ്ക്വയറിൽ അവിടുത്തെ മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ കുറേ നേരം ഇങ്ങനെ അങ്ങനെ പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കുഞ്ഞൂട്ടനും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, പ്രേയറാണ് കേട്ടോ. എന്തെനിക്ക് കിട്ടാല്ലേ. അങ്ങനെ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് അവിടെ ഇരിപ്പുണ്ട് ചെടി കൊടുക്കാൻ, വെൽക്കം ചെയ്യാനൊക്കെ. പിന്നെ ഓരോ പ്രോഗ്രാം തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടോളൂ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞതൊക്കെ. Director of Welfare Service Society, respected guest and my വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രോഗ്രാമിൽ വന്നു പിന്നെ ഈ പ്രോഗ്രാം കവർ ചെയ്യാൻ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, 24 നിന്ന് കുറേ മീഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ അടിപൊളി പ്രോഗ്രാം നടന്നു. മറ്റേ വി ഗാർഡിൻ്റെ ആൾക്കാരൊക്കെ സ്പോൺസർ ചെയ്ത് വന്നു കേട്ടോ. ചേതോഹരങ്ങളാം സമജാതികളാം സുമങ്ങൾ ഏതും സമാനമഴവുള്ളവയെങ്കിലും നീ ജാതാനുരാഗില മുരുവന് മിഴിക്ക് ഭേദ്യമേതോ വിശേഷ സുഭകത്വവും മറന്നിരിക്കാമെന്നാണ് കേട്ടോ. അതിമനോഹരമായ പുഷ്പങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു നിൽപ്പുണ്ട്. പക്ഷെ അതില് വ്യത്യസ്തയായിട്ട് മാറുന്നൊരു പൂവ് ആയിട്ട് നീ വിരിഞ്ഞ് മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിട്ട് മാറുക എന്നുള്ളതാണ്. നിന്റെ കഴിവുമായിട്ട് നീ വളർന്ന് പന്തലിച്ച് നീ ആയി മാറുക എന്നുള്ളതാണ്. ആ കവിതയിലൊരു ഭാഗമാണിത്. മറ്റൊരു ശ്രീ ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈ പ്രോജക്റ്റിനെ കുറിച്ചും നമ്മൾ റീനയും അതുപോലെ തന്നെ ഫാദറും അവസാനം കഴിച്ച് നമുക്ക് വിശന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. വിശപ്പിൻ്റെ വില വന്നു തുടങ്ങി. 1 മണി ആവാനായി. പ്രോഗ്രാം എല്ലാവരും ആകെ ക്ഷീണിച്ചതേ. ഓരോരുത്തരും മുഖം കണ്ട് അറിഞ്ഞൂടെ. ഒന്നും പറയണ്ട, കുറേ നേരം പ്രശ്നം കേട്ടോ നമുക്ക് ഭ്രാന്തിരിക്കൂലേ. അങ്ങനെ പിന്നെ എൻ്റെ പൊന്നെ 12 1 മണി ആവാനായി. കറക്റ്റ് ആ സമയപ്പോഴത്തേക്കും സാറ് വളരെ നല്ല സാറായതുകൊണ്ട് കറക്റ്റ് ടൈമിൽ നിർത്തി. പറയാഎന്തായിരിക്കും ഫുഡ് എക്സ്പെക്ടേഷൻ? ഇപ്പൊ കിട്ടൂട്ടോ, നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ് എന്താന്നുള്ളത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇത് കണ്ടോ, മന്തിയൊന്നല്ല ചോറായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും മന്തിയില്ല,
പിന്നെ എന്താ ഇവളുടെ രസമുണ്ട്, അടിപൊളിയല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് നമ്മുടെ പ്രോഗ്രാം പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പഠിക്കൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ ഞങ്ങളെല്ലാവരും വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം.